ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അശ്വതി ഗംഗ. ഇന്നത്തെ വീഡിയോ ഒരു ഹെയർ പാക്ക് ആണ് കേട്ടോ. ബനാന യൂസ് ചെയ്ത ഹെയർ പാക്ക് ആണ്. ബനാന, അതായത് നമ്മുടെ റോബസ്റ്റാപ്പാണ് യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ മുടി സ്മൂത്ത് ചെയ്യാനുള്ള ഹെയർ പാക്ക് ആണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. ആദ്യമായിട്ട് ചാനൽ കാണി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാൻ എപ്പോഴും പറയാൻ കാരണം എൻ്റെ ചാനലിൽ കൂടുന്ന കൂടുതലും, അതായത് ഓൾമോസ്റ്റ് 80% ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ ഒന്ന് ഓർക്കണേ. കാരണം സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ നമുക്ക് അതൊരു സപ്പോർട്ടാണ്. അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. അപ്പം നമുക്ക് വീട്ടിലോട്ട് എടുക്കാം. ഞാനിവിടെ എടുത്തേക്കുന്നത് 2 റോബസ്റ്റാ പഴമാണ് കേട്ടോ. നല്ലോണം പഴുത്ത പഴമാണ് എടുക്കാനായിട്ട്. റോബസ്റ്റാ പഴം തന്നെ എടുക്കുക. വേറെ ഏത് പഴം ഇട്ടാലും ചേർത്താലും അത്രയും ഒരു എന്താണ് പറയുക, സ്മൂത്ത് ഹെയർ കിട്ടില്ല. അതുകൊണ്ടാണ് റോബസ്റ്റാ പഴം എടുക്കാൻ പറയുന്നത്. അപ്പോൾ ഞാൻ 2 എടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു ഹെയറിന് ഒരു വലുതിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സിയിൽ അടിക്കാനുള്ളതാണ്. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും അരിഞ്ഞു വയ്ക്കാം. ഇത് 2 ഉണ്ട്, മിക്സിയിൽ അടിച്ചെടുക്കാനുള്ളതാണ് കേട്ടോ ഇത്. ഇതിലേക്ക് ഒരു അലോവേര ജെല്ലാണ് വേണ്ടത്. അപ്പോൾ ഒരു ഫുൾ കറ്റാർവാഴയുടെ ഇലയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് എത്ര ചേർത്താലും നമുക്ക് ഗുണം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ആ സൈഡിലെ മുള്ളൊക്കെ കളഞ്ഞതിന് ശേഷം ആ മഞ്ഞ പോർഷൻ കട്ട് ചെയ്യുമ്പോൾ ഒരു മഞ്ഞ യെല്ലോ ലിക്വിഡ് വരുമല്ലോ, അത് കളയാൻ മറക്കരുത്. അതിന് ശേഷം നമുക്ക് ആ പൾപ്പ് മാത്രം എടുത്ത് വെച്ചേക്കാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാനൊരു മുട്ടയും കൂടി ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മുട്ടയുടെ മഞ്ഞ ഒഴിവാക്കാം. നിങ്ങളുടെ ഹെയർ വന്നിട്ട് നല്ല ഫ്രിസി ആണെന്നുണ്ടെങ്കിൽ മുട്ടയുടെ മഞ്ഞയും കൂടി ചേർക്കുന്നതാണ് കേട്ടോ നല്ലത്. അത്ര ഫ്രിസി അല്ലാന്നുണ്ടെങ്കിൽ മഞ്ഞ വേണമെങ്കിൽ ഒഴിവാക്കാം. മഞ്ഞയ്ക്കൊരു സ്മെല്ലുണ്ടല്ലോ, അതുകൊണ്ടാണ് വേണമെങ്കിൽ ഒഴിവാക്കാമെന്ന് ഞാൻ പറഞ്ഞത്. പക്ഷെ നമ്മൾ ഷാമ്പൂ ഇട്ട് കഴുകുന്നതുകൊണ്ട് കുഴപ്പമില്ല, സ്മെല്ലുണ്ടെങ്കിൽ അത് പൊക്കോളും. അപ്പം ഞാൻ ഇത് പഴം മിക്സിയിൽ അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് ഞാൻ കുറച്ച് ഒരു വെളിച്ചെണ്ണ ചേർക്കുന്നു. ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. എന്തായാലും നമ്മളൊരു പാക്ക് ഇടുന്നതാണല്ലോ, അപ്പോൾ അതുകൊണ്ടൊരു നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾ ഏത് ഓയിലാണോ ഹെയറിൽ യൂസ് ചെയ്യുന്നത് ആ ഓയിൽ തന്നെ ഇട്ടാൽ മതി കേട്ടോ. ഞാൻ ഓൾറെഡി മുടിയിൽ കുറച്ച് എണ്ണയും കൂടി തേച്ചിട്ടാണ് ഈ ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മുടെ കോഴിമുട്ടയാണ്. മഞ്ഞ വേണമെങ്കിൽ ഒഴിവാക്കാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ ഫുൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം മുട്ട നല്ലൊരു കണ്ടീഷണറാണ്. അപ്പോൾ അതുകൊണ്ട് മുട്ട ഒരിക്കലും ഒഴിവാക്കരുത്. നമ്മുടെ മുടി നല്ലോണം കണ്ടീഷൻ ചെയ്യാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും മുട്ട ചേർക്കുന്നത് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അത്രേ ഉള്ളൂ, നമ്മുടെ ഹെയർ പാക്ക് റെഡിയാണ്. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാൽ കൂടി ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ നല്ലൊരു മുടി നല്ല സിൽക്കി സോഫ്റ്റ് ആക്കാൻ ഹെൽപ്പ് ചെയ്യും. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാൽ കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിലേക്ക്. എന്നിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഹെയർ പാക്ക് റെഡിയാണ്. ഇനി അപ്ലൈ ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഞാൻ മുടിയിൽ കുറച്ച് എണ്ണ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ഇതിൽ കുറച്ച് എണ്ണ ഉണ്ടല്ലോ, അത് കൂടാണ്ട് കുറച്ച് മുടിയിലും അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നിങ്ങളുടെ ഇഷ്ടമാണ്, വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. ഹെയർ പാക്ക് ഇടുമ്പോൾ ഞാൻ എപ്പോഴും എണ്ണ ഇടാറുണ്ട്. അതിനുശേഷം നമ്മൾ മുടിയുടെ മെയിനായിട്ട് മുടി ലെങ്ത് വൈസാണ് അപ്ലൈ ചെയ്യണത്. പിന്നെ എനിക്ക് കൂടുതൽ അധികം ഇതുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ കുറച്ച് സ്കാൽപ്പിലും അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. മെയിനായിട്ട് ലെങ്ത് വൈസ് അപ്ലൈ ചെയ്യുക. അങ്ങനെ കുറച്ച് മുടി എടുത്തിട്ട് അപ്ലൈ ചെയ്യായിരിക്കും നല്ലത് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തേങ്ങാപ്പാൽ കൂടി ഇടുവാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ, സ്മൂത്തായിട്ട് ഇട്ടാനായിട്ട്. ഇതിന് ശേഷം ഞാനൊരു 15 മിനിറ്റ് ഇത് വെച്ചോളൂ. 15 മാക്സിമം 20 മിനിറ്റ് അത്രയും വെച്ചാൽ മതി. അതിന് ശേഷം വാഷ് ചെയ്ത് കളയാം. ഞാനിപ്പം ഇതിൽ ഷാമ്പൂ യൂസ് ചെയ്ത് ഞാൻ വാഷ് ചെയ്യുന്നുണ്ട്. കാരണം മുട്ടയുടെ മഞ്ഞ ഉള്ളതുകൊണ്ട്. നിങ്ങൾ മഞ്ഞ യൂസ് ചെയ്യുന്നില്ല, വെള്ളം മാത്രമേ ഉള്ളൂ എങ്കിൽ ഷാമ്പൂ യൂസ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പം ഇത് പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റും. ഇതെന്താ പറയുക, ഒരു 10 മിനിറ്റ് പോലും എടുക്കില്ല നമുക്ക് ഈ ഹെയർ പാക്ക് ഇടാനായിട്ട്. പിന്നെ ഒരു 15 മിനിറ്റ് ഇത് വച്ചാൽ മതി. അതിനുശേഷം നമുക്ക് വാഷ് ചെയ്ത് കളയാം. നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരിക്കൽ ഇത് ചെയ്യാവുന്നതാണ് കേട്ടോ, നല്ലൊരു സിൽക്കി സോഫ്റ്റ് ഹെയർ കിട്ടാനായിട്ട്. അപ്പം ഇങ്ങനെ ഓരോ എന്താണ് പറയുക, കുഞ്ഞു ഇങ്ങനെ മുടികളെടുത്തിട്ട് അതിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. പെട്ടെന്ന് പണി കഴിയും. നല്ല ഒരു ബനാനയുടെ ഹെയർ പാക്ക് നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരിക്കും ചിലപ്പം. നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ പഴത്തൊലി ഉണ്ടല്ലോ, മെയിനായിട്ട് നമ്മുടെ ഏത്തക്കായുടെ തൊലി, അത് നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്യാൻ, നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്യാൻ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഈ പഴം ഒരിക്കലും നിങ്ങൾക്ക് കളയേണ്ട ആവശ്യമില്ല. ഇങ്ങനത്തെ ഈ റോബസ്റ്റ പഴം പെട്ടെന്ന് ചീത്തയായി പോകുന്നതല്ലേ. അപ്പോൾ അങ്ങനെ ചീത്തയായി പോകുന്ന സമയത്ത് നമുക്ക് ഹെയർ പാക്കായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഞാൻ 2 സൈഡിൽ അപ്ലൈ ചെയ്തതിന് ശേഷം മുടി നന്നായിട്ട് കെട്ടി വയ്ക്കട്ടെ. അപ്പോൾ ഇതൊരു 15 മിനിറ്റ് വയ്ക്കുക. അതിനുശേഷം വാഷ് ചെയ്ത് കളയാം കേട്ടോ. നല്ല തണുത്ത വെള്ളത്തിൽ, സാധാ വെള്ളത്തിൽ വാഷ് ചെയ്താൽ ചൂടുവെള്ളമൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ.
അപ്പോൾ അതേ ഈ ഒരു മുടിയാണ് ഞാൻ വാഷ് ചെയ്തിട്ട് പിറ്റേ ദിവസമാണ് കേട്ടോ. പിറ്റേ ദിവസം എന്ന് വെച്ചാൽ ഞാനിപ്പം ഇന്നലെ ഇന്നലെ രാവിലെയാണ് ചെയ്തത്. ഇന്നിപ്പോൾ ഒരു ദിവസം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഷാമ്പൂ ചെയ്തത് കൊണ്ട് എൻ്റെ മുടി കുറച്ചുകൂടി ഒരു എന്താണ് പറയുക, ആ സ്മൂത്ത്നെസ് അങ്ങ് കുറഞ്ഞു എന്ന് പറയാം. ഇന്നലെ നല്ല സ്മൂത്തായിരുന്നു, രാവിലെ ചെയ്തതിന് ശേഷം വാഷ് ചെയ്തപ്പോൾ നല്ല സ്മൂത്തായിരുന്നു. അപ്പോൾ എനിക്ക് ഷാമ്പൂ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഷാമ്പൂ ചെയ്താലും മുടി കുറച്ചുകൂടി റഫായിട്ടിരിക്കും. അപ്പോൾ എൻ്റെ മുടി ഇപ്പോഴത്തെ ഒരു പരുവെന്ന് പറഞ്ഞാൽ കുറച്ചൊരു, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും, കുറച്ച് പറഞ്ഞിരിക്കുന്നുണ്ടല്ലേ. അത് ഷാമ്പൂ ചെയ്തുകൊണ്ടാണ്. നിങ്ങൾക്ക് ഷാമ്പൂ ചെയ്യാണ്ടിരിക്കാം, അതായത് മുട്ടയുടെ വെള്ളം മാത്രമേ യൂസ് ചെയ്യുന്നുള്ളെങ്കിൽ ഷാമ്പൂ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഞാൻ വാഷ് ചെയ്തിട്ട് കുറേ മണിക്കൂറോളം നല്ലൊരു സോഫ്റ്റ് ആയിരുന്നു കേട്ടോ മുടി. പിന്നെ ആ ഷാമ്പൂൻ്റെ, എനിക്ക് ഏത് ഷാമ്പൂ യൂസ് ചെയ്താലും മുടി ഒരു ചകിരി അല്ലെങ്കിൽ കുറച്ചുകൂടി റഫായിട്ടിരിക്കും. നിങ്ങൾക്ക് വേണ്ടി ഷാമ്പൂ ഒഴിവാക്കാം. പിന്നെ എൻ്റെ അത്രയും റഫ് മുടിയൊന്നും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നല്ലൊരു സ്മൂത്ത് മുടിയായിട്ട് കിട്ടും കേട്ടോ. സോ അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ വന്നിട്ട് വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി കാണാം, ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും